ഇപ്പൊ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഗൈഡ് ലൈൻ ആക്കിയിട്ടുണ്ട്. അതിൽ ഇവിടെ പറയുന്നതൊക്കെ നെഗറ്റീവ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് വലുതായിട്ട് കാണണമെങ്കിൽ ഈ കമ്പനിക്ക് ഒന്നും നിലനിൽക്കാൻ പറ്റില്ല. എന്തൊക്കെയാ? 7 ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റീസ് ഷുഡ് നോട്ട് ഡീൽ വിത്ത് ഫോളോയിങ് പ്രൊഡക്ട്സ്. ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന കമ്പനിക്കൊന്നും ഈ വർഷം മഹാരാഷ്ട്രയിൽ ഗൈഡ് ലൈൻ വന്നു. ഏതൊക്കെയാ ഒന്ന് വായിക്കാൻ പറ്റുമോ? അവിടെ കണ്ടാൽ വായിച്ചാൽ യു കഴിക്കുന്നത് monetary deposit, investment, trading in commodities, livestock, trading in stock, paisa, life insurance policies, IRDA അംഗീകരിക്കാത്ത ഇൻഷുറൻസ് പോളിസി ആയിട്ട് ചെയ്യുന്ന കമ്പനികൾ, ഡിസ്കൗണ്ട് കൂപ്പൺ വൗച്ചേഴ്സും അത് കൊടുക്കുന്ന കമ്പനികൾ, ഡിസ്കൗണ്ട് കിട്ടും. അതൊക്കെ വെർച്വൽ കറൻസീസ്, അതായത് ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസി മുതലായിട്ടുള്ള കമ്പനികൾ, സെല്ലിംഗ് ഓഫ് വെബ്സൈറ്റ്സ്, വെബ് സ്പേസ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ ട്രെയിനിങ്. അതായത് ചില കമ്പനിയെ ഹെഡ് ഓഫീസ് ഒന്നും ഉണ്ടാവില്ല, ഓൺലൈനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ കമ്പനികൾ ഗെറ്റ് പെയ്ഡ് ഫോർ ക്ലിക്കിംഗ്, ഫില്ലിംഗ് ഓൺലൈൻ സർവേ, ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്. അതായത് ചിലർ പറയുമല്ലോ നിങ്ങൾ ഒന്നും വേണ്ട, വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാൻ മതി, ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനത്തെ കമ്പനികൾ ഓൺലൈൻ സ്കീംസ് ഓഫ് ഗിഫ്റ്റിംഗ്, ഹെൽപ്പിംഗ്, ഡൊണേഷൻസ്. ചില ആൾക്കാർ ചില കമ്പനികളുണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ കമ്പനികൾ. ട്രിക്കി പ്രോഡക്ട്സ് ലൈക്ക് യന്ത്രാസ് ആൻഡ് തന്ത്രാസ് ഷുഡ് ബി ബാൻഡ് കംപ്ലീറ്റ്ലി. അതായത് ഒരു ഉപകാരമില്ലാത്ത യന്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കമ്പനികൾ. അതായത് ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ 2025 അപ്രത്യക്ഷമാവും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ട്രിക്കി പ്രോഡക്ട്സ്, യന്ത്രാസ്, മന്ത്രാസ് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരു ബാൻഡേജ് അങ്ങോട്ട് കെട്ടിയാൽ നിന്റെ പവർ വെറുതെ കിടന്നു കഴിഞ്ഞാൽ നീ അമാനുഷികനാണെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞല്ലേ മനസ്സിലാവും.